VS നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷം ഇന്നേക്ക് പൂർത്തിയാകുകയാണ്. ഒരു വർഷം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ സംഭവബഹുലമായ ഒരു വർഷം കൂടിയായിരുന്നു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കേരളം നൽകിയ, ആലപ്പുഴ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്നത് നിസ്സംശയം നമുക്ക് പറയാം അത് സഖാവ് VS തന്നെയായിരുന്നു എന്നുള്ളതാണ് സത്യം. സഖാവ് VS മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച് അതിൻ്റെ ആശയങ്ങളെ പൂർണ്ണമായിട്ട് സ്വാംശീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച ഒരാളല്ല. മാർക്സും ലെനിനിസത്തെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അനുഭവിച്ചറിഞ്ഞ, ആ അനുഭവത്തെ മാർക്സിൻ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാക്കി മാറ്റിയ നമ്മുടെ രാജ്യത്തെ അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സഖാവ് VS. VSനെ പറ്റി പറയുമ്പോൾ പലരും പറയാറുണ്ട് VSന്റെ വിദ്യാഭ്യാസ ഉള്ളടക്കം ഒരു 7ാം ക്ലാസ് മാത്രമാണ്. 7ാം ക്ലാസ് മാത്രം ഔദ്യോഗിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നേടിയ അനുഭവം അത് മുതൽക്കൂട്ടാക്കി ഒരു സമൂഹത്തെ ആകെ നയിക്കുന്നതിന്, ആ സമൂഹത്തിന് കൃത്യമായ രാഷ്ട്രീയ അർത്ഥശാസ്ത്ര തലം നൽകുന്നതിന് ഈ മാർക്സൻ ലെനിനിസത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവർത്തനത്തിലൂടെ, തന്റെ അനുഭവങ്ങളിലൂടെ, അത് തന്റെ അനുഭവം മാത്രമല്ല സമൂഹത്തിന്റെ പൊതുവായ അനുഭവത്തിലൂടെ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാർക്സത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രത്യയശാസ്ത്ര രചനയിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും പ്രമുഖമായ സ്ഥാനത്താണ് സഖാവ് VS ഉള്ളത്. അതാണ് VSന്റെ പ്രത്യേകത. സാധാരണ രീതിയിൽ ഒരു പാർട്ടി പ്രവർത്തകൻ, ഒരു പാർട്ടി നേതാവ് എന്ന രീതിയിൽ മാത്രമല്ല, തന്റെയും തന്റെ സമൂഹത്തിന്റെയും ജീവിത അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മാർക്സൻ ലെനിനിസത്തിന്റെ മൂശയിൽ നിന്ന് എങ്ങനെ പടച്ചട്ടയണിഞ്ഞ യോദ്ധാക്കളെയും പോരാളികളെയും നമുക്ക് സൃഷ്ടിക്കാനാവും, ആ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പൊതുസമൂഹത്തിന് എങ്ങനെ ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാനാവും എന്ന് മാർക്സൻ ലെനിനിസത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയ പ്രത്യയശാസ്ത്രത്തെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് അതിന് ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ആദരവ് നേടിയ, ആ നേട്ടത്തിന്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച കേരളത്തിലെ വിപ്ലവകാരിയായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സഖാവ് VS. VSനെ പറ്റി പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എങ്ങനെയാണ് നേടാനായത്? ഈ ഒരു 7ാം ക്ലാസ്സുകാരന്റെ സാമൂഹ്യ വീക്ഷണത്തിൽ നിന്നും തുടങ്ങി ഈ സാമൂഹ്യ പരിവർത്തനത്തിന് ദിശാബോധത്തിലൂടെ മുന്നോട്ടേക്ക് നയിച്ച് ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾക്ക് സ്വയവും മറ്റുള്ളവരെ അതിന്റെ ഭാഗവാക്കായും നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിലൂടെയാണ്, സമരങ്ങളിലൂടെയാണ്, പഠനങ്ങളിലൂടെയാണ്, പുതിയ പുതിയ നാമ്പുകൾ രൂപപ്പെടുത്തി മുന്നോട്ടേക്ക് പോകുന്നതിലൂടെയാണ് സഖാവ് VS ഈ ആധുനിക കേരളത്തെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഫലപ്രദമായ രാഷ്ട്രീയ ഇടപെടൽ, സംഘടനാപരമായ ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ പ്രത്യയശാസ്ത്രം
പ്രത്യയശാസ്ത്രം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് മാർക്സിസത്തിന്റെ ദാർശനികവും മാർക്സിസത്തിന്റെ അർത്ഥശാസ്ത്ര തലവും ഉൾപ്പെടെ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയിലേക്ക്, അതിന്റെ ചരിത്രത്തിലേക്കും വർത്തമാനത്തിലേക്കും ഭാവിയിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട് നമ്മുടെ അനുഭവം കൂടി ഉൾച്ചേർത്ത് നമ്മൾ സമൂഹത്തിന് നൽകുന്ന സംഭാവനയാണ് പ്രത്യയശാസ്ത്രം. അതാണ് യഥാർത്ഥത്തിൽ പ്രത്യയശാസ്ത്രം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ സംഭാവന നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി, അതിലൊരാൾ EMSനെയും കൃഷ്ണപിള്ളയെയും എല്ലാം ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, അവരോടൊപ്പം സഖാവ് VSനെയും നമ്മൾ ആ രീതിയിലാണ് കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ കൃഷ്ണപിള്ള ഈ രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിജീവിയായിരുന്നു. ഞാൻ ആദ്യം കൃഷ്ണപിള്ളയെ പറ്റി പറയുന്നത് EMS ആണല്ലോ നമ്മളെല്ലാം അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയും ബുദ്ധിജീവിയും. പക്ഷെ അക്കാദമിക് തലത്തിൽ ഉയർന്നു വന്ന ഒരു പശ്ചാത്തലം, പാരമ്പര്യം സഖാവ് EMSനുണ്ട്. കൃഷ്ണപിള്ളക്കതില്ല. അതേ തലത്തിലുള്ള ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ ബുദ്ധിജീവികളിൽ ഒരാളായി വേണം ഞാൻ ഈ പ്രക്രിയയെ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രക്രിയയെ, ഈ സാമൂഹ്യ മുന്നേറ്റത്തെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടേക്ക് നയിക്കാൻ കെൽപ്പ് നേടിയ ഈ കേരളത്തിലെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തെയും അതോടൊപ്പം നിൽക്കുന്ന കർഷക ജനവിഭാഗത്തെയും സാധാരണ ജനങ്ങളെയും ബുദ്ധിജീവികളെയും ഉൾപ്പെടെ മുന്നോട്ടേക്ക് നയിച്ച, കേരളം കണ്ട വിപ്ലവകാരിയായ ബുദ്ധിജീവിയാണ് സഖാവു VS അച്യുതാനന്ദൻ. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഒന്ന്, പ്രത്യയശാസ്ത്രപരമായ ഉള്ളടക്കത്തെ പുതിയ തലത്തിലേക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവ്. രണ്ട്, സാമൂഹ്യ ജീവിതത്തിലെ സർവതല സ്പർശിയായ മനുഷ്യരെയും വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് നയിക്കുന്നതിന് സംഘടനാപരവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ കാഴ്ചപ്പാടോടെ മുന്നോട്ടേക്ക് നയിച്ച കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിജീവി. ഈ രണ്ട് തലങ്ങളിൽ വേണം നമുക്ക് സഖാവ് VSനെ കാണാൻ. ഇവിടെ പറഞ്ഞു 1923 ജനനം, കഴിഞ്ഞ 2023 100 വർഷം പിന്നിട്ടത്. കഴിഞ്ഞ വർഷം 2025 നമ്മെ വിട്ടുപിരിഞ്ഞു. വളരെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയായിരിക്കുന്ന, ഒരു മുതിർന്ന യുവാവായി വരുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ അദ്ദേഹം ജീവിതത്തിന്റെ ഏറ്റവും പിന്നാമ്പുറത്തുള്ള ഒരു കുടുംബാംഗം എന്ന നിലയിൽ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ മാറുകയാണ്. അങ്ങനെയാണ് ടൈലറായിട്ട് മാറുന്നത് ഗംഗാധരനൊപ്പം. അതിന്റെ തുടർച്ചയിലാണ് കയർ തൊഴിലാളി ആയിട്ട് ഫാക്ടറിയിൽ അതിന്റെ ഭാഗമായിട്ട് മാറുന്നത്. അവിടെ നിന്നാണ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപ്ലവകാരിയെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും അമരക്കാരനായിട്ട് നിലകൊണ്ട സഖാവ് കൃഷ്ണപിള്ള സഖാവ് VSനോട് അവിടെ സംഘടന കെട്ടിപ്പടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ എങ്ങനെയാണ് തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ച് മുന്നേറേണ്ടത് എന്നതിന്റെ ബാലപാഠമാണ്. അതിൽ നിന്ന് 17 വയസ്സാവുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്, സംസ്ഥാനാടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നത് 1939 അവസാനമാണ്. ഏതാണ്ട് ഡിസംബർ ആവാനാണ് സാധ്യത. തീയതി ഇപ്പോഴും വ്യക്തമല്ല. എന്നാലും 1940 ജനുവരി 26 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനനം പരസ്യമായിട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഡിസംബർ അവസാനമായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ഘടകം രൂപം കൊണ്ടത് എന്ന് തന്നെയാണ് അനുമാനം. ഇപ്പോൾ 39 അവസാനം എന്ന് പറഞ്ഞാൽ 40 തുടക്കം. ആ 40 17ാമത്തെ വയസ്സ് മാത്രമുള്ള നമ്മുടെ ഭരണഘടനയിൽ ഇപ്പോൾ 18 വയസ്സ് പൂർത്തിയാക്കിയാലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാവാനാവുക. അന്ന് ഭരണഘടന മാത്രം നോക്കിയിട്ടല്ല, ഭരണഘടന പിന്നീട് രൂപപ്പെട്ടു വന്നതാണല്ലോ.
17-ാമത്തെ വയസ്സിൽ സഖാവ് കൃഷ്ണപിള്ളയുടെ നിർദ്ദേശം അനുസരിച്ച് കൃഷ്ണപിള്ള കണ്ടെത്തിയ വളരെ ചെറുപ്പം 17 വയസ്സുള്ള ഒരു കുട്ടിത്വം മാറാത്ത ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായിട്ട് മാറുകയാണ് സഖാവ് VS. ആ VSന്റെ ജൈത്രയാത്ര ഈ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ഒപ്പം നിർത്തി നയിച്ചുകൊണ്ട് നമ്മളെല്ലാം പറയുന്നത് പോലെ ഒരു നൂറ്റാണ്ട് പിന്നിട്ട് ജീവിതം പൂർണ്ണമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്, ജനങ്ങൾക്ക് സമർപ്പിച്ച് രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവകാരികൾ ഒരാളായി സഖാവ് നമ്മെ വിട്ടുപിരിയുന്ന ചിത്രമാണ് നമ്മൾ ഒരു വർഷം മുമ്പ് കണ്ടത്.